സ്വാഗതം. നമ്മളിവിടെ HSAF ഫിസിക്കൽ സയൻസിന്റെ മൊഡ്യൂൾ 7-ലെ കറ്റാലിസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു. ആ കറ്റാലിസിസ് എന്ന് പറയുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഉൽപ്രേരകം എന്താണെന്നും ഉൽപ്രേരണം എത്ര ടൈപ്പ് ഉണ്ടെന്നും ഭിന്നാത്മക ഉൽപ്രേരണം എന്താണെന്നും അതുപോലെ തന്നെ ഏകാത്മക ഉൽപ്രേരണം എന്താണെന്നും ഈ ഭിന്നാത്മക ഉൽപ്രേരണവും നമ്മുടെ അതിശോഷണ തിയറിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, പിന്നെ ആക്ടിവിറ്റി എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, അതായത് രാസപ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് എങ്ങനെ ഉൽപ്രേരകം സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടൺ കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം വന്നിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിന്യൂവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ നമ്മളിവിടെ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് മെയിൻലി കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്, കെംഫ്ലിക്സ് എന്ന് പറയുന്ന ചാനലിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി വീഡിയോസ് റിലേറ്റഡ് ടു അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് എൻസൈം കറ്റാലിസിസ് എന്നും അതുപോലെ തന്നെ എൻസൈം കറ്റാലിസിസ് അല്ലെങ്കിൽ ബയോ കാറ്റലിസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ള ഒരു ഡീറ്റെയിൽ, പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ഇതില് സസ്യ മൃഗജന്യങ്ങളായ നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തങ്ങളാണ് രാസാഗ്നികൾ അഥവാ എൻസൈംസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് എൻസൈംസ് എന്നാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. സസ്യ മൃഗജന്യങ്ങളായ നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തങ്ങൾ. അപ്പൊ ഇതൊരു ബയോ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ബയോ കോമ്പൗണ്ട് ആണ്, ഇതൊരു ജൈവ സംയുക്തമാണ് രാസാഗ്നി എന്ന് പറയുന്ന എൻസൈം. അവ യഥാർത്ഥത്തിൽ ഉയർന്ന തന്മാത്ര ഭാരമുള്ള പ്രോട്ടീൻ തന്മാത്രകളും അതുപോലെ തന്നെ ജലത്തിൽ കൊളോയിഡൽ അയനികൾ ഉണ്ടാക്കുന്നവയുമാണ്. ഈ പറയുന്ന രാസാഗ്നികൾ ഉയർന്ന തന്മാത്രാഭാരമുള്ള പ്രോട്ടീൻ തന്മാത്രകളും അതുപോലെ തന്നെ ജലത്തിൽ കൊളോയിഡൽ അയനികൾ ഉണ്ടാക്കുന്നവയുമാണ്. വളരെ ഫലപ്രദമായ ഉൽപ്രേരകങ്ങളാണിവ. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യം. നമ്മളിവിടെ ഉൽപ്രേരകങ്ങൾ എന്തിനാണ്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. നമ്മളൊരു രാസപ്രവർത്തനത്തിന്റെ നിരക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാണ് നമ്മളിപ്പോൾ ഉൽപ്രേരകങ്ങളുടെ ഈ ഒരു എൻസൈം അല്ലെ രാസാഗ്നി ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഓക്കെ, ഇവ ധാരാളം രാസപ്രവർത്തനങ്ങൾ ഉൽപ്രേരണം ചെയ്യുന്നു. ഇവ ധാരാളം രാസപ്രവർത്തനങ്ങൾ ഉൽപ്രേരണം ചെയ്യുന്നു, പ്രത്യേകിച്ച് പ്രകൃതിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ. ജീവസന്ധാരണത്തിനായി സസ്യങ്ങളിലും ജന്തുശരീരങ്ങളിലും നടക്കുന്ന പല രാസപ്രവർത്തനങ്ങളും രാസാഗ്നികൾ ഉൽപ്രേരണം ചെയ്യുന്നവയാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കാണാം. അതിനാൽ രാസാഗ്നികൾ ജൈവരാസ ഉൽപ്രേരകൾ അല്ലെങ്കിൽ ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് എന്നും ഈ പ്രതിഭാസം ജൈവരാസ ഉൽപ്രേരണം എന്നും അറിയപ്പെടുന്നു. അപ്പൊ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈം കാറ്റലിസ്റ്റിനെ കുറിച്ചിട്ടാണ്, ആ എൻസൈം കറ്റാലിസിസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ നമുക്ക്. ഇത് സസ്യ മൃഗജന്യങ്ങളായ നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തങ്ങളാണ് ഈ രാസാഗ്നികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇപ്പൊ ജീവജാലങ്ങളുടെ കോശങ്ങളിൽ നിന്ന് പല രാസാഗ്നികളും സോ മെനി എൻസൈംസ് ശുദ്ധമായ പരൽ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട്, അതായത് ക്രിസ്റ്റൽ ഫോംസിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പരീക്ഷണശാലയിൽ നമ്മൾ ആദ്യമായി രാസാഗ്നി നിർമ്മിച്ചത് 1969 അപ്പൊ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ എൻസൈം ക്രിയേറ്റ് ചെയ്തത് 1969 ജീവജാലങ്ങളുടെ കോശങ്ങളിൽ നിന്നും കുറെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുറേയധികം എൻസൈമാറ്റിക് റിയാക്ഷൻസ്, അതായത് എൻസൈം മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേയധികം രാസാഗ്നികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേയധികം റിയാക്ഷൻസിന് നമ്മളിത് CRT ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ 5ാമത്തെ ചാപ്റ്റർ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഒരു ടാബുലർ കോളം അതിന്റെ കൺസൈസ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് എൻസൈംസ് അവിടെ ഡിസ്കസ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻവെർട്ടേസ് എൻസൈം എന്ന എല്ലാത്തിന്റെയും അവസാനത്തിൽ ASC ഉണ്ടാവും. സൈമേസ്, ഡയസ്റ്റേസ്, മാൾട്ടേസ്, യൂറിയേസ് എക്സെപ്റ്റ് പെപ്സിൻ. അപ്പോൾ ഈ പെപ്സിൻ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ സ്റ്റൊമക്കിലാണ് പെപ്സിൻ ഉണ്ടാവുന്നത്. പെപ്സിന്റെ ധർമ്മം എന്താണ്? പെപ്സിൻ പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് പെപ്സിന്റെ ധർമ്മം. ഇനി ഇൻവെർട്ടേസ് എന്താ ചെയ്യുന്നത്? ഇൻവെർട്ടേസിന്റെ സോഴ്സ് ശരിക്കും എവിടെ? നമ്മുടെ ഈസ്റ്റിലാണ് ഇൻവെർട്ടേസ് കാണപ്പെടുന്നത്. നമ്മൾ ഒത്തിരി അധികം
കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ, അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുമല്ലേ. അപ്പോൾ ഈ ഈസ്റ്റിനകത്തുള്ള എൻസൈം എന്ന് പറയുന്നത് ഇൻവെർട്ടേസ് ആണ്. ഈസ്റ്റിനകത്തുള്ള ഇൻവെർട്ടേസ് എന്താ ചെയ്യുന്നത്, സൂക്രോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെർട്ടേസിന്റെ ധർമ്മം ഇതാണ്. ഇൻവെർട്ടേസ് വിൽ കൺവേർട്ട് സൂക്രോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇനി സൈമേസ് എന്ന് പറഞ്ഞ വേറൊരു എൻസൈം ഉണ്ട്, അത് ഈസ്റ്റിലാണ് കാണപ്പെടുന്നത്. അത് ഗ്ലൂക്കോസ് മോളിക്യൂളിനെ, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മോണോസാക്കറൈഡ് ആണ്, ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറ്റുകയാണ് നമ്മുടെ സൈമേസ് ചെയ്യുന്നത്. അപ്പോൾ സൈമേസ് ആണ് ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ ഉണ്ടാക്കുന്നത്. CH3CH2OH, നമ്മുടെ എഥനോൾ ഉണ്ടാക്കുന്നത് സൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്. അത് ഗ്ലൂക്കോസിനെ എഥനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഥൈൽ ആൽക്കഹോൾ ഉണ്ടാക്കുമല്ലോ, അവിടെ നമ്മൾ ബയോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സൈമേസ് ആണ്, അല്ലെങ്കിൽ എൻസൈം എന്ന് പറയുന്നത് സൈമേസ് ആണ്. അടുത്തത് ഡയസ്റ്റൈസ് ഉണ്ട്. നമ്മുടെ മാൾട്ടിലെ മാൾട്ട് ഷുഗർ, അതുപോലെ തന്നെ മാൾട്ടിനെ, അതിന് മാൾട്ട് ഷുഗർ എന്ന് പറയുന്ന സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതാണ് ഡയസ്റ്റൈസ് എന്ന് പറയുന്ന എൻസൈം. അതുപോലെ തന്നെ മാൾട്ടേസ് എന്ന് പറയുന്നത് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മാൾട്ടേസ്. മാൾട്ടേസും എവിടെയുള്ളത്, ഈസ്റ്റിൽ. അപ്പോൾ ഈസ്റ്റിലുള്ള 3 എൻസൈംസ് ഏതൊക്കെയാണ്, മാൾട്ടേസ്, സൈമേസ്, ഇൻവെർട്ടേസ്. ഏതൊക്കെയാണ് ഈസ്റ്റിലുള്ള 3 എൻസൈംസ്, ഇൻവെർട്ടേസ്, സൈമേസ്, മാൾട്ടേസ്. അപ്പോൾ ഇത് 3ഉം ഈസ്റ്റിലുള്ള എൻസൈംസ് ആണ്. ഏതൊക്കെയാണ്, ഇൻവെർട്ടേസ്, സൈമേസ്, മാൾട്ടേസ്. ഇനി ഡയസ്റ്റേസ് എവിടെയുള്ളത്, മാൾട്ടിനാണ്. അവിടെ മാൾട്ടിൽ എന്താ ചെയ്യുക, മാൾട്ടാണ് ഡയസ്റ്റേസിന്റെ സോഴ്സ്. ഡയസ്റ്റേസ് എന്താ ചെയ്യുന്നത്, ഡയസ്റ്റേസ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആരാ, മാൾട്ടേസ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് മാൾട്ടേസ്. മാൾട്ടേസ് എവിടെയാണ് കാണപ്പെടുന്നത്, ഈസ്റ്റ്. ഓക്കെ അല്ലേ. ഇനി യൂറിയേസ് എന്ന് പറയുന്ന അടുത്ത ഒരു എൻസൈം, അത് സോയാബീനിലാണ് കാണപ്പെടുന്നത്. യൂറിയേസ് എന്താ ചെയ്യുന്നത്, യൂറിയനെ അമോണിയയും NH3 അമോണിയയും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡുമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് യൂറിയേസ് ചെയ്യുന്നത്. അതായത് യൂറിയയെ അമോണിയയും കാർബൺ ഡയോക്സൈഡുമാക്കി മാറ്റുകയാണ് യൂറിയേസ് ചെയ്യുന്നത്. യൂറിയേസിന്റെ സോഴ്സ് എവിടെയാണ്, സോയാബീൻ. പെപ്സിൻ എവിടെയാണുള്ളത്, സ്റ്റൊമക്കിലാണ്, പ്രോട്ടീൻസിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു 6 എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ് നമ്മൾ ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതും ഈ 6 റിയാക്ഷൻസ് ആണ്. അതിൽ തന്നെ ഈസ്റ്റിൽ കാണപ്പെടുന്ന എൻസൈംസ് അല്ലെങ്കിൽ ബയോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെർട്ടേസും സൈമേസും മാൾട്ടേസുമാണ്. എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് സൈമേസ് ആണ്. അതുപോലെ തന്നെ സ്റ്റൊമക്കിലുള്ള പെപ്സിനാണ് പ്രോട്ടീൻസിനെ അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടാബുലർ കോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് രാസാഗ്നി ഉൽപ്രേരിത പ്രവർത്തനത്തിന്റെ ക്രിയാവിധി, ആക്ടിവിറ്റി, എങ്ങനെയാണ് ഈ എൻസൈമാറ്റിക് ആക്ടിവിറ്റി വരുന്നതെന്നാണ്. ഈ ഒരു ലോക്ക് ആൻഡ് കീ മോഡലാണ്, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നോക്കി, ഈ ഒരു രാസാഗ്നി ഉണ്ട്, വിച്ച് ഈസ് നമ്മുടെ കാറ്റലിസ്റ്റ് ആണ്, ബയോ കാറ്റലിസ്റ്റ് ആണ് എൻസൈം. അത് അധസ്തരം അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്, നമ്മുടെ സബ്സ്ട്രേറ്റ് എന്നാണ് ശരിക്കും ഈ അധസ്തരം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അഭികാരകമാണ്, നമ്മുടെ റിയാക്ടന്റ് ആണ്. ആ റിയാക്ടന്റിന്റെ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഷേപ്പിലേക്ക് ആ കീക്ക് പറ്റിയ ഒരു ലോക്കാണ് നമ്മൾ കൊടുത്തുന്നത്. ഈ ലോക്കിന് പറ്റിയ ഒരു കീ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ സൈമേസിന് പകരം വേറെ ഏതൊരു എൻസൈം കൊടുത്താലും നമ്മൾക്ക് ഗ്ലൂക്കോസിനെ എഥനോൾ ആക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സൈമേസിന് പകരം വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. സൈമേസ് തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ ആ ബയോ കാറ്റലിസ്റ്റ്, ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള കീ ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് സംഗതി അത് തന്നെയാണ്. ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്നിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു, അതായത് രാസാഗ്നി അധസ്തരം ഉണ്ടാവുന്നു. അതിനുശേഷം ആഫ്റ്റർ ദ റിയാക്ഷന് ശേഷം എൻസൈം സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എൻസൈം പ്രവർത്തനത്തിന്റെ ക്രിയാവിധി എന്ന് പറയുന്നത്. രാസാഗ്നിയുടെ കൊളോയിഡൽ കണങ്ങളുടെ പ്രതലത്തിൽ ധാരാളം ദ്വാരങ്ങളുണ്ട്. അപ്പൊ രാസാഗ്നിയുടെ കൊളോയിഡൽ കണങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവയുടെ പ്രതലത്തില് ധാരാളം ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരങ്ങൾ സവിശേഷ രൂപമുള്ളവയും, യു കെൻ സീ സം പെർട്ടിക്കുലർ രൂപമുണ്ടല്ലേ, ഷേപ്പ് ഉണ്ട്, സവിശേഷ രൂപമുള്ളവയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമീൻ, NH2 ഗ്രൂപ്പ്, COOH, നമ്മൾ പറഞ്ഞു എൻസൈംസ് എന്ന് പറയുന്നത് ബയോ കാറ്റലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമിനോ ആസിഡ് ബയോമോളിക്യൂൾസ് പഠിച്ചത് NH2 വരുന്നത് നമ്മുടെ പ്രോട്ടീൻസിലാണ്, COOH വരുന്നതും അമിനോ ആസിഡ്സിലാണ്. അതുപോലെ തന്നെ SH വരുന്നുണ്ട്, OH വരുന്നുണ്ട്, തുടങ്ങിയ ക്രിയാത്മക ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്നവയുമാണ് ഈ പറയുന്ന പ്രത്യേക രൂപമുള്ള സവിശേഷ ദ്വാരങ്ങളുള്ള
രാസാഗ്നിയുടെ കൊളോയിഡൽ കണങ്ങളുടെ പ്രതലം. ഓക്കെ അല്ലേ? അതെ. ഇവ യഥാർത്ഥത്തിൽ രാസാഗ്നി കണങ്ങളുടെ പ്രതലത്തിലുള്ള ക്രിയാത്മക കേന്ദ്രങ്ങളാണ്. ദ്വാരത്തിനനുസരിച്ച് രൂപങ്ങളുള്ള അഭികാരക തന്മാത്രകൾ താക്കോൽ, അതാണ് നമ്മൾ താക്കോൽ എന്ന് പറയുക, താഴിന്റെ ദ്വാരത്തിലേക്ക് എന്ന പോലെ ഈ ദ്വാരത്തിലേക്ക് പ്രവേശിക്കുന്നു. താക്കോൽ താഴിന്റെ ദ്വാരത്തിലേക്ക് എന്ന പോലെ ഈ ദ്വാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്രിയാത്മക ഗ്രൂപ്പുകളുടെ സാന്നിധ്യമുള്ളതിനാൽ ഒരു ഉത്തേജിത സങ്കുലം, ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഈസ് ഫോമിങ് ഹിയർ, അവ വിഘടിച്ച് ഉൽപ്പന്നങ്ങളായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ രാസാഗ്നി ഉൽപ്രേരിത പ്രവർത്തനങ്ങൾ 2 ഘട്ടങ്ങളിലായി നടക്കുന്നു എന്ന് അനുമാനിക്കാം. ഘട്ടം 1 രാസാഗ്നി അധസ്തരവുമായി ബന്ധത്തിലാവുകയും ഉത്തേജിത സങ്കുലം ഉണ്ടാവുകയും ചെയ്യുന്നു, ദാറ്റ് ഈസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഘട്ടം 2 അതായത് സ്റ്റെപ്പ് 2 ഉത്തേജിത സങ്കുലം വിഘടിച്ച് ഉൽപ്പന്നമായി മാറുന്നു. അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്ത് എൻസൈം വേറെ പ്രോഡക്റ്റ് വേറെ ആയിട്ട് മാറുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ രാസാഗ്നി ഉൽപ്രേരണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അനുപമമായ കാര്യക്ഷമതയും ഉയർന്ന വിശിഷ്ടതയുമുള്ളവയാണ് രാസാഗ്നി ഉൽപ്രേരണം. രാസാഗ്നി ഉൽപ്രേരണം താഴെ പറയുന്ന സവിശേഷതകൾ കാണിക്കുന്നു. ഒന്നാമത്തെ, ദേ ആർ ഹൈലി എഫിഷ്യന്റ്. ഏറ്റവും ഉയർന്ന കാര്യക്ഷമതയാണുള്ളത്. 1 മിനിറ്റിൽ ഒരു രാസാഗ്നി തന്മാത്ര 1 മില്യൺ അഭികാരക തന്മാത്രകൾക്ക് മാറ്റം വരുന്നു. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ തന്നെ കാറ്റലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞായിരുന്നു. വളരെ കുറച്ച് കാറ്റലിസ്റ്റ് മതി, ഈവൻ ദോ ദ റിയാക്ടൻസ് ആർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഈസ് മോർ. അതായത് എന്തുമാത്രം റിയാക്ടന്റ് ഉണ്ട് എന്നുള്ളതിനെ അല്ല, നമുക്കൊരു സ്വല്പം കാറ്റലിസ്റ്റിന്റെ എമൗണ്ട് മതി എന്ന് നമ്മൾ അന്നേരം പറഞ്ഞായിരുന്നു. സെയിം തന്നെയാണ്, ഹൈലി എഫിഷ്യന്റ് ആണ്. 1 മിനിറ്റിൽ ഒരു രാസാഗ്നി തന്മാത്രയ്ക്ക് 1 മില്യൺ അഭികാരക തന്മാത്രകൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. രണ്ടാമത്, ദേ ആർ ഹൈലി സ്പെസിഫിക് നേച്ചർ, അതായത് അതിവിശിഷ്ടത. ഓരോ രാസാഗ്നിയും ഓരോ എൻസൈമും ഒരു പ്രത്യേക രാസപ്രവർത്തനത്തിന് സവിശേഷമാണ്. അതായത് നമ്മളിപ്പോൾ സൈമേസ് ഉണ്ടെങ്കിൽ മാത്രമേ എഥനോൾ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്രം ഗ്ലൂക്കോസിൽ നിന്ന് എഥനോൾ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ സൈമേസ് വേണം, ഇൻവെർട്ടേസ് വേണം. സൂക്രോസിനെയും ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം? ഇൻവെർട്ടേസ് വേണം. അങ്ങനെ ദേ ആർ ഹൈലി സ്പെസിഫിക് ആണ്. ഓരോ രാസാഗ്നിയും ഒരു പ്രത്യേക രാസപ്രവർത്തനത്തിന് സവിശേഷമാണ്. അതായത് ഒരു രാസാഗ്നിക്ക് ഒന്നിലധികം പ്രതിപ്രവർത്തനങ്ങളിൽ ഉൽപ്രേരകമാവാൻ കഴിയില്ല. ഒരു രാസാഗ്നിക്ക് ഒന്നിലധികം പ്രതിപ്രവർത്തനങ്ങളിൽ ഉൽപ്രേരകമാവാൻ കഴിയില്ല. ഉദാഹരണത്തിന് യൂറിയസ് രാസാഗ്നി യൂറിയയുടെ ജലവിശ്ലേഷണത്തിൽ മാത്രം ഉൽപ്രേരകമായി പ്രവർത്തിക്കുന്നു. മറ്റ് അമൈഡുകളുടെ ജലവിശ്ലേഷണം അതിന് ഉൽപ്രേരണം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അതിന് ഹൈലി സ്പെസിഫിക് ആയിരിക്കും, അതിവിശിഷ്ടത ഉണ്ടായിരിക്കും, ഏറ്റവും ഉയർന്ന കാര്യക്ഷമത ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തത് എന്താണെന്ന് നോക്കാം. അനുകൂല താപനിലയിലുള്ള അതിക്രിയാശീലത, ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം ടെമ്പറേച്ചർ. അതായത് ഒരു നിശ്ചിത താപനിലയിൽ രാസാഗ്നിയുടെ പ്രവർത്തന നിരക്ക് ഏറ്റവും ഉന്നത അവസ്ഥയിൽ എത്തുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ രാസാഗ്നിയുടെ പ്രവർത്തന നിരക്ക്, അതായത് ആ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടാവും. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അതാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഈ താപനിലയെ അനുകൂല താപനില എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. താപനില ഈ അനുകൂല താപനിലയിൽ കൂടിയാലും കുറഞ്ഞാലും രാസാഗ്നിയുടെ ക്രിയാശീലത കുറയുന്നു. അതായത് അതിന്റെ ആക്ടിവിറ്റി ഈ പറയുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചറിലായിരിക്കും മാക്സിമം ആക്റ്റീവ് ആയിരിക്കുന്നത്, അല്ലാതെ ഏത് കേസിലും അതിന്റെ ആക്ടിവിറ്റി ഉണ്ടാവത്തില്ല, മീൻസ് കുറവായിരിക്കും. ഉൽപ്രേരിത ക്രിയാശീലതയിൽ ഒരു രാസാഗ്നിയുടെ അനുകൂല താപനിലയുടെ പരിധി 298 to 310 കെൽവിൻ ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എൻസൈം കാറ്റലിസ്റ്റിന്റെ, അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, എൻസൈം കാറ്റലിസ്റ്റിന്റെ അനുകൂല താപനില എന്ന് പറയുന്നത് 298 മുതൽ 310 കെൽവിൻ ആയിരിക്കും അനുകൂല താപനില എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിന്റെ താപനിലയായ 310 കെൽവിൻ രാസാഗ്നി ഉൽപ്രേരിത രാസപ്രവർത്തനത്തെ അനുകൂലമാണ്. അതായത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 310 കെൽവിൻ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദി എൻസൈമാറ്റിക് ആക്ടിവിറ്റി. ഓക്കെ അല്ലേ? അതാണ് 3 ഒപ്റ്റിമം ടെമ്പറേച്ചറിന്റെ കാര്യം. ഒന്ന് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? അത് ഹൈലി എഫിഷ്യന്റ് ആണ്. അതായത് ഒരു തന്മാത്ര മതി, രാസാഗ്നിയുടെ ഒരു തന്മാത്ര മതി 1 മില്യൺ മറ്റേ നമ്മുടെ അഭികാരങ്ങളെ മാറ്റം വരുത്താം. രണ്ടാമത്തേത് എന്തായിരുന്നു? ഹൈലി സ്പെസിഫിക് ആണ്. ഒരു പെർട്ടിക്കുലർ എൻസൈമിന് അല്ലെങ്കിൽ ഒരു ഉൽപ്രേരകത്തിന് ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ മാത്രമേ ഉൽപ്രേരകമായിട്ട് വർത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നാലാമത്തതാണ് അനുകൂല pH-ലുള്ള അതിക്രിയാശീലത. അപ്പൊ നമ്മൾ അനുകൂല ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞു. മൂന്നാമത് അടുത്തത് അനുകൂല pH. അനുകൂല pH എന്നറിയപ്പെടുന്ന ഒരു നിശ്ചിത pH-ൽ രാസാഗ്നി ഉൽപ്രേരിത രാസപ്രവർത്തനത്തിന്റെ വേഗത ഉന്നതാവസ്ഥയിലാണ്. ഈ pH മൂല്യം 5-നും 7-നും ഇടയിലാണ്. അപ്പൊ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 298 to 310 കെൽവിനും അതുപോലെ തന്നെ pH മൂല്യം 5-നും 7-നും ഇടയിലായിരിക്കും.
ഇനി അടുത്തത് അതുപോലെ തന്നെ ആക്ടിവേറ്റേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. കോ എൻസൈമുകളുടെ സാന്നിധ്യം ക്രിയാശീലത വർദ്ധിപ്പിക്കുന്നു. ഉത്തേജകങ്ങളുടെയും കോ എൻസൈമുകളുടെയും സാന്നിധ്യം ക്രിയാശീലത വർദ്ധിപ്പിക്കുന്നു. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ചില പദാർത്ഥങ്ങളുടെ സാന്നിധ്യം രാസാഗ്നി ഉൽപ്രേരിത രാസപ്രവർത്തനങ്ങളുടെ ക്രിയാശീലത വർദ്ധിപ്പിക്കുന്നു. രാസാഗ്നിക്കൊപ്പം പ്രോട്ടീനുകളല്ലാത്ത ചില പദാർത്ഥങ്ങളുടെ വൈറ്റമിൻ സാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ രാസാഗ്നിയുടെ ഉൽപ്രേരണ ക്രിയാശീലത പൂർവാധികം വർദ്ധിക്കുന്നു. അതായത് നമുക്ക് കോ എൻസൈം എന്ന് പറയുന്ന ആക്ടിവേറ്റേഴ്സ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആക്ടിവേറ്റേഴ്സ് ഉണ്ട്. അതായത് ഉത്തേജകങ്ങളുണ്ട്. അതായത് ഒരു രാസാഗ്നിയുടെ കൂട്ടത്തിൽ വൈറ്റമിനും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ക്രിയാശീലത ആക്ടിവിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും. ഉത്തേജകങ്ങൾ പൊതുവേ Na-Mn2+CO2+, Cu2+, Na+ ആണെന്ന് ഇതിലെ പോലെയുള്ള ലോഹ അയോണുകളാണ്. Na+ ആണ് കേട്ടോ ഇത്. ഈ ലോഹ അയോണുകൾ രാസാഗ്നി തന്മാത്രകളുമായി ദുർബലമായ ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്രേരണ ക്രിയാശീലത വർദ്ധിക്കുന്നു. അതായത് നമ്മുടെ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ അയോൺസ് ആയിരിക്കും. സോഡിയം അയോൺ, അതുപോലെ തന്നെ മാംഗനീസ് അയോൺ, കൊബാൾട്ട് അയോൺ, കോപ്പർ അയോൺ തുടങ്ങിയ അയോൺസ് ആയിരിക്കും. ഈ മെറ്റൽ അയോൺസ് നമ്മുടെ രാസാഗ്നി തന്മാത്രകളുമായിട്ട് ദുർബലമായ ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൾപ്രേരണ ക്രിയാശീലത വർദ്ധിക്കുന്നു. ഇത് സോഡിയം ക്ലോറൈഡിന്റെ അതായത് Na+ അയോണുകളുടെ സാന്നിധ്യത്തിൽ അമൈലേസ് ഉൾപ്രേരകം എന്ന നിലയിൽ വളരെ ക്രിയാത്മകമാണ്. അപ്പൊ അമൈലേസ് എന്ന് പറയുന്ന വേറൊരു എൻസൈം ഉണ്ട്, അമൈലേസ്. ഈ അമൈലേസ് ഈസ് മോർ എഫിഷ്യന്റ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ അമൈലേസ് എന്ന് പറയുന്ന ഉൽപ്രേരകം അതിന്റെ ക്രിയാത്മകത ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് ഭയങ്കര വളരെ ക്രിയാത്മകമാണ്. അമൈലേസ് എന്ന് പറയുന്ന എൻസൈം വളരെ ക്രിയാത്മകമാണ്. NaCl പ്രസൻസിൽ അതിന്റെ ഇത് തന്നെയാണ്. അവിടെ NaCl Na+ അയോൺ എന്ന് പറയുന്നത് ആക്ടിവേറ്റർ, ഉത്തേജകമായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അത് ആറാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രൊമോട്ടേഴ്സ് ആൻഡ് ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ പോയിസൺസ് എന്ന് പറഞ്ഞായിരുന്നു. അവിടെ വിഷങ്ങളുടെയും നിരോധകങ്ങളുടെയും സ്വാധീനമാണ് അടുത്ത ആറാമത്തേത്. അതായത് ഇൻഫ്ലുവൻസ് ഓഫ് പോയിസൺസ് ആൻഡ് ഇൻഹിബിറ്റേഴ്സ്. സാധാരണ ഉൽപ്രേരകങ്ങളിൽ എന്ന പോലെ നിരോധകങ്ങൾ, വിഷങ്ങൾ എന്നിവ പോലുള്ള ചില പദാർത്ഥങ്ങളുടെ സാന്നിധ്യം രാസാഗ്നികളെ വിഷലിപ്തമാക്കുകയും അവയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നു. അപ്പൊ പ്രൊമോട്ടേഴ്സും പോലെ തന്നെ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോയിസൺസ് ഉണ്ട്. ഈ നിരോധകങ്ങൾ അഥവാ വിഷങ്ങൾ രാസാഗ്നിയുടെ പ്രതലത്തിലുള്ള സജീവമായ ഗ്രൂപ്പുമായി പ്രവർത്തിച്ച് അവയുടെ ഉൾപ്രേരണ പ്രവർത്തനത്തെ കുറയ്ക്കുകയോ പൂർണ്ണമായി ഇല്ലാതാക്കുകയോ ചെയ്യുന്നു. പല മരുന്നുകളുടെ ഉപയോഗം ശരീരത്തിലെ അവയുടെ രാസാഗ്നി പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഡ്രഗ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഐ തിങ്ക് മോസ്റ്റ്ലി ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ആയിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഡ്രഗ് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കുന്ന എൻസൈം കാറ്റലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻസൈം കാറ്റാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.